ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു തീർത്ഥാടന യാത്രയ്ക്ക് പോവാണ്. ഞങ്ങൾ പഴയ്ക്ക് പോവാണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് പോകണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം എത്രയും? സമയം 7:30 ഞങ്ങളുടെ വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. വണ്ടിയും വീട്ടുകാർ ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ പോസ്റ്റായിട്ട് ഇവിടെ ക്ലബിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ നാളിന് ശേഷം നമ്മൾ ഏകദേശം എത്ര വർഷത്തിന് ശേഷം? കുറേ വർഷത്തിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ പഴനിക്ക് പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിചാരിക്കുന്നത് വീടാണെന്ന്, ക്ലബ്ബാണ് ഗൈസ്. എല്ലാവരും ഇവിടെ പോസ്റ്റാണ് ഗൈസ്. വഴിയിൽ കാത്തിരുന്നിട്ട് ഇവിടെ വണ്ടി വന്നവരെ ഇവിടെ ക്യാരംസ് കളിയൊക്കെ ആയിട്ട് പോവാണ് ഗൈസ്. ആകെ മൊത്തം പോസ്റ്റാണ്. ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഗൈസ്. ഇപ്പം എല്ലാ പഴനി ട്രിപ്പും അതായത് ഫാമിലി ആയിട്ട് പോണ എന്ത് പരിപാടിക്കും കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കില്ലേ, അങ്ങനെ അത് തന്നെയാണ് ഇവിടെയും. ഈ ടൂറൊക്കെ പറഞ്ഞിട്ട് ഓരോ മുക്കിൽ നിന്ന് എല്ലാ കുടുംബക്കാരും ഇങ്ങനെ പോകുമ്പോൾ ഒരു പോസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ആ ട്രിപ്പിന് എന്തൊരു ഇത് രസമൊന്നും പറയാനിട്ടുണ്ട് ഗൈസ്. വണ്ടി എത്തി. ഇതാണ് നമ്മുടെ വണ്ടി. ഇതിലാണ് നമ്മൾ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വണ്ടിയിൽ കയറി നമ്മളങ്ങോട്ട് പോകണം. ഗൈസ് ഇപ്പം നമ്മൾ പഴനിക്ക് പോകും. വിഷ്ണു ഞങ്ങളുടെ ടീം ലീഡർ, ട്രിപ്പിന്റെ ലീഡറാണ് വിഷ്ണു. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ മാമിനെയൊക്കെ കണ്ടു കൊടുങ്ങല്ലൂർ വെച്ച്. ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തിയപ്പോ ഒരു ഹായ് പറയടാ. ഹായ്. അമ്മന്റെ ഫാമിലിയാണ് ഞങ്ങളുടെ തൃപ്പൂണിത്തറക്കാർ ഇവിടെ വന്നപ്പോ കണ്ടു. കൊടുങ്ങല്ലൂർ വന്നപ്പോ അയ്യോ കൊടുങ്ങല്ലൂർ എത്തിയപ്പോ എൻ്റെ മാമനെയൊക്കെ കണ്ടു. അതെ അതെ ഞങ്ങളുടെ തൃപ്പൂണിത്തറക്കാർ. അപ്പോൾ ഗൈസ് ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തി. കൊടുങ്ങല്ലൂർ പ്രാർത്ഥിക്കാൻ നിന്നപ്പോഴാണ് നമ്മുടെ തൃപ്പൂണിത്തറയിൽ നിന്ന് ഒരു ടീം വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ മാമൻ്റെ ഒക്കെ ഒരു ബാച്ച്. പിന്നെ ഞങ്ങൾ ഇനി പഴനി ചെല്ലുമ്പോൾ ആരെയൊക്കെ കാണാമെന്ന് നമുക്ക് തമ്പുരാനറിയാം. ഗൈസ് ഞാൻ ആദ്യമായിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നേക്കാണ്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഭഗവതിനെ തൊഴാൻ വന്നേക്കാണ്. ആദ്യമായിട്ടാണ് ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നത്. ഭരണിക്കൊക്കെ വന്നെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പഴനിക്ക് പോകുമ്പോൾ നമ്മളിവിടെ തൊഴുതിട്ടാണ് പോകണം. അപ്പോൾ ആദ്യമായിട്ട് പഴനി കൊടുങ്ങല്ലൂർ വന്നേക്കാണ്. ഞാൻ പാട്ടിലൊക്കെ മാത്രമാണ് ഈ അമ്പലം കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കൊടുങ്ങല്ലൂർ ദേവീനെ കാണാൻ വന്നാ ചിലപ്പോൾ ഗൈസ്. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ കൊടുങ്ങല്ലൂർ വന്ന് പ്രാർത്ഥിച്ചു. തിരക്കൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇതാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാനിപ്പോഴാണ് കണ്ടത്. അപ്പം നല്ലൊരു ഭാഗം നമുക്ക് കാണാം. ഇതാണ് കൊടുങ്ങല്ലൂർ അമ്പലം. നമുക്ക് അരി വറുത്ത വഴിപാടായിട്ട് കിട്ടി. അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പാലക്കാട് എത്തി. പാലക്കാട് എത്തിയപ്പോൾ പിന്നെയും നമ്മുടെ ആൾക്കാരെ കണ്ടെത്തി ഗൈസ്, തൃപ്പൂണിത്തറക്കാർ. എടുക്കാട്ടാ. പൊക്കത്തിനായിരിക്കണല്ലേ അപ്പുറത്തിരിക്കാൻ ഇവിടെ ഞങ്ങൾക്ക് സീറ്റൊക്കെ ഉണ്ട് സ്പെഷ്യൽ.
ഞങ്ങൾക്കിന്ന് വെജിറ്റബിൾ ബിരിയാണിയാണ് കഴിക്കാനായിട്ട്. നീ വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ രക്ഷപ്പെടും. ഇപ്പോൾ ഗൈസ് പഴനിയല്ല തമിഴ്നാട് എത്തി. നമ്മുടെ 2 ഓർഡർ എത്തിയപ്പോഴൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഏകദേശം ഒരു 40 കിലോമീറ്ററോളം ഉണ്ട് ഇനി പഴനിക്ക്. ഇപ്പോൾ നമ്മൾ കറണ്ട് പ്ലേസ് എനിക്കൊന്നും പൊള്ളാച്ചി എത്തി. തമിഴ്നാട് കച്ചാടിപ്പാടൊക്കെ കാണാം. അപ്പോൾ നമ്മൾ പഴനി ഏകദേശം എത്താറായി. ഇപ്പോൾ അടുത്ത് എത്തിയതേ പഴനിമലയാണ് നിങ്ങൾ കാണുന്നത്. കാണാൻ വരിക പറ്റില്ല, ഇത്രയും കൂടെ അടുത്ത്. 3ാമത്തെ മലകയറ്റോട് പഴനി ശബരിമല മലയാറ്റം. അപ്പോൾ വിഷ്ണു ഈ സീസണിൽ 3 മല കയറിയിട്ടുണ്ട്. ശബരിമല, പിന്നെ മലയാറ്റൂർ മല, പിന്നെ പഴനി. അപ്പോൾ ഞങ്ങൾ പഴനി എത്താൻ ഇനി ഏകദേശം 2 കിലോമീറ്റർ കഷ്ടിച്ച്. അപ്പോൾ കുറേ നാളിന് ശേഷം, ഇത്ര നാളിന് ശേഷം ഭഗവാനെ കാണാനായിട്ട് വന്നത്. കുറേ നാളായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ കാണാനായിട്ട് ഭയങ്കരമായിട്ട്. ഞങ്ങൾ റൂമിന് വേണ്ടി നടക്കുകയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ ഞങ്ങൾ പഴനിയിൽ വന്നപ്പോൾ പിന്നെ വേറൊരാളെ കണ്ടെത്തി. ഞങ്ങളുടെ ഇരുമ്പനത്തുനിന്ന് രമണി അമ്മേനെ. ഗൈസ് നമ്മൾ റൂമിൽ എത്തിയിരിക്കുന്നു. യെസ്, ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന വ്യൂ ആണിത്. ഇത് ഇടുമ്പൻമല, ഇത് പഴനിമല. പിന്നെ നിങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ റെഡിയായി. ഞാനും അനിയത്തി മാത്രമാണ് ഇപ്പോൾ പഴനിമലയിലേക്ക് പോകുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നാളെ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ കയറണം. ഞങ്ങൾ 2 പേരും. അപ്പോൾ ഞങ്ങൾ പഴനിയിലേക്ക് നടക്കുകയാണ്. ഏകദേശം കുറേ നാളിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയാം, ഞങ്ങൾ ഇപ്പോൾ പഴനിക്ക് വന്നേക്കാണ്. നടക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ നടന്ന് ഇപ്പോൾ തങ്കത്തേരി ഏകദേശം 7 മണിക്കാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് മിസ്സായി. പക്ഷേ അറിയില്ല, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതെ. അപ്പം ഞങ്ങൾ 2 പേരും മാത്രമുള്ളൂ തൊഴാനായിട്ട്. ഗൈസ് പഴനിയിൽ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതാണ് പഴനി. അപ്പോൾ പഴനിയിലെ ദർശനമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പായസമൊക്കെ കിട്ടി. ഫോൺ അധികം ഉപയോഗിക്കാൻ പാടില്ല, അതാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. ഗൈസ് അപ്പോൾ ഞങ്ങൾ പഴനി ദർശനത്തിന് നമുക്ക് അകത്തേക്ക് ഫോണൊന്നും കയറ്റി വിടാൻ പാടില്ല, അതാണ് നമ്മൾ ഫോണിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ. പക്ഷെ അത് നല്ലൊരു ഇതായിരുന്നു. ഞങ്ങൾ ഫ്രീ എൻട്രിയിലാണ് കയറിയത്. നല്ല ദർശനം, നന്നായിട്ട് കാണാൻ പറ്റി. പിന്നെ എന്തായാലും ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി. ഇത് ഫ്രീ ആണ്. അന്നദാനം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ പഴനിയിൽ വരുവാണെങ്കിൽ മാക്സിമം അന്നദാനം കൂടെ കഴിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് 8 മണിക്ക് ഇപ്പോൾ ഗൈസ് നല്ലൊരു ദർശനം ഞങ്ങൾക്ക് കിട്ടി. പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ പടി കൂടെയാണ് കയറാറില്ല. ഇപ്പം അങ്ങനെയല്ല കടത്തി വിടണം, ഇപ്പുറത്ത് കൂടെ ഒരു വഴിയിലാണ്. പിന്നെ നമ്മുടെ ഫോൺ മെയിനായിട്ട് ഇവർ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പഴനിയിൽ നടക്കുന്നത് പ്രധാനമായിട്ട്. കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് നല്ലൊരു ദർശനമായിരുന്നു.
ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് പഴനിയിൽ ഞങ്ങളുടെ ഡേ 2 ആണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തൊഴാനായിട്ട് പോവുകയാണ്. അപ്പോൾ സമയം ഏകദേശം എത്രയാണ്? 5 മണിയായി. അപ്പോൾ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കാവടി എടുക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ കാവടി എടുക്കാൻ പോവാണ്. നമ്മൾ നേർന്നതാണ്, നേർച്ചയാണ്. അപ്പോൾ ഞങ്ങൾ കാവടി എടുത്തിട്ട് പഴനിക്ക് കയറാൻ പോവാണ്. പക്ഷെ ഈ ഒരു ലുക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഗൈസ്. കാവടി എടുത്തുകൊണ്ട് കാണിക്കേ ക്യൂവിലാണ് ഗൈസ്. ഗൈസ് പഴനിയൊക്കെ കഴിഞ്ഞു, ദർശനമൊക്കെ കഴിഞ്ഞു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണൊക്കെ നല്ല ചെക്കിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ റൂമിൽ ചെന്ന് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ മാറി അതെ ഫുഡ് കഴിക്കാനായിട്ട് പോകും.